ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് കൂടുതലും നമ്മുടെ ട്രാവൽ വീഡിയോസാണ് ഇടുന്നത്. കാരണം പപ്പയും മമ്മിയും വന്നപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കറക്കമൊക്കെ കറങ്ങി. അതുകൊണ്ടാണ് ഇത്രയും വീഡിയോസ്. ഇന്നത്തെ വിശേഷം നമ്മൾ വെയിൽസിൽ പോയതാണ്. നമ്മൾ നോർത്ത് വെയിൽസിൽ പോയി. ദേ ഈ കാണുന്നത് നമ്മുടെ എയർബിഎൻബി ആണ്. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. സമ്മറിൽ UK പോകാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് വെയിൽസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എയർബിഎൻബി. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്, പക്ഷേ കിച്ചണുണ്ട്, നമുക്ക് അത്യാവശ്യം സംവിധാനങ്ങളുണ്ട്, നമുക്ക് കുക്കൊക്കെ ചെയ്ത് കഴിക്കാം. ഹലോ ഗായ്സ്, ഹലോ, എങ്ങോട്ടാണ് രാവിലെ എല്ലാവരും തൊപ്പിയും കണ്ണാടിയും വെച്ച്? രാവിലെ എല്ലാം നടക്കാൻ പോവാ. എവിടെയാണ് പപ്പ? നമ്മളിപ്പോ വെൽക്കം ടു ഊട്ടി അല്ല, വെൽക്കം ടു നോർത്ത് വെയിൽസ്. നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നോർത്ത് വെയിൽസ് ലാൻഡ്ബറിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലാൻഡ്ബറീസ് പുറകിൽ നമുക്ക് അറിയില്ല. ആ മല കാണാമോ? മല കാണാമോ? എവിടെ വെച്ച മല? ഇവിടെ കാണാം. ഈ കാണും നമ്മൾ സ്നോഡോണിയ മൗണ്ടൈൻ്റെ ജസ്റ്റ് താഴെയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ മൗണ്ടൻ കയറുന്നുണ്ടോ അതോ എന്താണ് ഇന്നത്തെ പരിപാടി? ആരോഗ്യത്തിൽ നമ്മളെല്ലാരും സ്ലിപ്പറൊക്കെ ഇട്ടിട്ടാണ് നമ്മള് നാട്ടിൽ നിന്ന് മറ്റേ സാൻഡൽസ് ഒക്കെ ഇട്ട് മൗണ്ടൻ കയറാൻ പോവാണ്. ആക്ച്വലി നമ്മൾ മൗണ്ടൻ ഇന്ന് കയറുന്നില്ല. നമ്മൾ ഇന്ന് ഈ വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഇവിടുത്തെ ലേക്ക് ഒക്കെ കണ്ട് റിലാക്സ് ചെയ്ത് നമ്മൾ നടക്കാൻ പോയി അല്ലേ? എല്ലാവരും റെഡിയാണോ? ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ താമസിക്കുന്നത് സ്നോഡോണിയ മൗണ്ടൻ്റെ ജസ്റ്റ് താഴെയായിട്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ ഇതിനടുത്തൊരു ലേക്കുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ലേക്കിലോട്ട് നമുക്കൊരു 2 minutes വാക്കേ ഉള്ളൂ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടക്കാണ്. പിന്നെ ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു സീനിക് ട്രെയിൻ, അതെടുക്കണം എന്നുണ്ട്. സ്നോഡോണിയ ട്രെയിൻ, മൗണ്ടൻ്റെ മുകളിൽ പോകുന്ന ട്രെയിന് നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്യണം. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പാണ് നോക്കിയത്, അതെല്ലാം ഓൾറെഡി ഫുള്ളി ബുക്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഹൈഡ്രേഞ്ച് തന്നെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ. മേ ബി അതിൻ്റെ ഇതിന് വെറൈറ്റി ആയിരിക്കും. നമ്മളിപ്പോൾ ലാൻഡ്ബറിസ് സ്റ്റീം റെയിൽവേ ടിക്കറ്റ് എടുത്തേക്കാണ്. ഇതൊരു 1 hour ജേർണി കേട്ടോ. അപ്പോൾ ഈ ഒരു ലേക്കിൻ്റെയും മൗണ്ടൻ്റെ ഒക്കെ സൈഡിൽ കൂടെ ഈ ഒരു ട്രെയിൻ പോവും. നല്ലൊരു ബ്യൂട്ടിഫുൾ സീനിക് റൈഡാണ്. അപ്പോൾ നമ്മൾ അത് ഒരു 1 hour റൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഇതിന് തൊട്ട് പുറകെ തന്നെയാണ് പ്ലാറ്റ്ഫോം. ടിക്കറ്റിന് £10 per person ആണ്. വേർത്താന്ന് തോന്നുന്നു അല്ലേ വെച്ചാൽ? പൊതുവെ ഇവിടെ എല്ലാം കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. തൊപ്പി ഫ്രീ അല്ല, തൊപ്പി നമ്മൾ പപ്പയ്ക്ക് വേണ്ടി വാങ്ങിച്ചാണ്. കാരണം ഇത് നല്ല വെയിലുള്ള ദിവസം കേട്ടോ. പപ്പയ്ക്ക് അപ്പം ഒരു വെൽഷ് തൊപ്പി ഇരിക്കട്ടെ എന്ന് ഓർത്തു. വെയിലുള്ള ദിവസം വെയിൽസിന്റെ തന്നെ തൊപ്പി. യെസ്. അപ്പൊ നമുക്ക് അവരവിടെ വെയിറ്റ് ചെയ്യാണ്, പപ്പയും മമ്മിയും. അപ്പൊ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകാം. ആയിക്കോട്ടെ.
സ്വാലോ വാട്ടർഫോൾസ് എന്നൊരു വാട്ടർഫോൾസാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വാട്ടർഫോൾസും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ അധികം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഇവിടെ അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. പക്ഷേ ഇത് നല്ലൊരു സീനിക് വാട്ടർഫോളായിരുന്നു, ഭയങ്കര ക്വയറ്റായിരുന്നു. ഇനി എങ്ങോട്ടാപ്പാ? ബാക്ക് ടു ദ പവലിയൻ. എങ്ങോട്ട്? പബ്ബിൽ പോയി രണ്ട് ബാർലി വെള്ളം അടിച്ചിട്ട് നമ്മൾ പിന്നെ വെയിൽസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ മൗണ്ടെയ്ൻസും ഈ വാട്ടർഫോൾസും പിന്നെ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയുള്ള സ്ഥലമാണ്. നമുക്ക് ഹൈക്കിങ്ങിനൊക്കെ പറ്റിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ഡീസും പറയായിരുന്നു ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സമ്മർ ഞങ്ങൾക്ക് ഇവിടെ വീണ്ടും വരണം. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പപ്പയും മമ്മിയും ഉള്ളതുകൊണ്ടാണ് നമ്മൾ അധികം ഹൈക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പബ്ബിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പാത്രം എടുത്ത് വെക്കണം. എത്ര സ്പൂൺ ഇട്ടോ ഇപ്പൊ ഷുഗർ മൊത്തം? ഞാനോ? ആ ഷുഗർ നീ 3 സ്പൂൺ ഇട്ടു. ഞാൻ 1 സ്പൂൺ ഇടാൻ തുറന്നു തരണോ? ഒരു സ്പൂൺ ഇല്ലെങ്കിലും എനിക്കൊരു അര സ്പൂണെങ്കിലും വേണം. കാര്യം ഇവിടുത്തെ പഞ്ചസാര വെറും പൊടി പഞ്ചസാര, തരി അല്ല. നാട്ടിൽ നല്ല പഞ്ചസാര. നമ്മളിന്ന് കട്ടൻ കാപ്പി കുടിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു വെയിൽസ്? നല്ല പ്രകൃതി ഭംഗികളും നമ്മുടെ നാട്ടിലെ പോലൊരു ഫീലിംഗ് ഒക്കെ വന്ന കാര്യം. മലകളെ നല്ല വെയിൽസ് നല്ല സ്ഥലമാണ്. പ്രകൃതി നമ്മുടെ ഏതാണ്ട് ഒരു കേരളത്തിലെ ഒരു പ്രതീതി. ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. അപ്പോൾ ഇതേ ഞാൻ വീണ്ടും നമ്മുടെ എയർബിഎൻബി ഒന്ന് കാണിക്കാം. നല്ല റൂംസും നല്ല നീറ്റായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് സ്റ്റോഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുക്ക് ചെയ്യാനുള്ള സാധനം. നമ്മളിപ്പോൾ ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് എയർബിഎൻബി എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് തന്നെ കുക്കൊക്കെ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. വെയിൽസ് ട്രിപ്പ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ്. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും പപ്പിക്കും മമ്മിക്കും നല്ല ഇഷ്ടമായി. ട്രാവൽ വീഡിയോസ് ഓൾമോസ്റ്റ് തീർന്നു. നമ്മൾ പപ്പയും മമ്മിയും 1 മന്തായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളത്. അത് കഴിഞ്ഞ് നാട്ടിലിപ്പോൾ തിരിച്ചു പോയി. പക്ഷേ ആ 1 മന്തിൽ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി. അവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. UK ഒക്കെ കണ്ടു. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോമൻറ്റ്സും ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye.